നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. ന്യൂസ് തിയേറ്റർ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന വിഷയം, പരിശോധിക്കുന്ന വിഷയം, നാളെ വൈകുന്നേരം 4 മണിക്ക് സംസ്ഥാനത്ത് ഉയരാൻ പോകുന്ന വനിതാ മതിലാണ്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അതിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കണമെന്നും ഒരു പുരോഗമന സമൂഹമായി മുന്നോട്ടു പോകാനുള്ള കരുത്താർജിക്കണമെന്നും അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വനിതാ മതിൽ ഉയർത്തുന്നതെന്നാണ് അതിൻ്റെ സംഘാടകരുടെ അവകാശവാദം. ഒരു സർക്കാർ ഇനീഷ്യേറ്റീവ് പരിപാടി കൂടിയാണത്. സർക്കാരിൻ്റെ മുൻകൈയിലാണ് നടത്തപ്പെടുന്നത്. വിവിധ മതജാതി സംഘടനകളും ഒപ്പം വിവിധ വ്യക്തികളും ഒക്കെ അതിന് പിന്തുണ അറിയിച്ച് ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. 50 ലക്ഷത്തോളം വനിതകൾ ഈ 600 കിലോമീറ്ററിലധികം നീളുന്ന വനിതാ മതിൽ നാളെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംഘപരിവാറിൻ്റെ അടക്കമുള്ള രാഷ്ട്രീയ പദ്ധതികൾക്കെതിരായിട്ടുള്ള ശക്തമായ താക്കീതായി ഇത് മാറുമെന്നും അതൊരു വലിയ വിജയമായി മാറുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ അവകാശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. CPIM അടക്കമുള്ള സംഘടനകൾ വലിയ മുന്നൊരുക്കങ്ങൾ വനിതാ മതിൽ സംഘാടനത്തിന് വേണ്ടി നടത്തുന്നുണ്ട്, അത് വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി. ഒപ്പം അതിൻ്റെ ഭാഗമായി കുറേയധികം വിവാദങ്ങളും കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേയധികം ദിവസമായി ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് വനിതാ മതിലാണ്. ഏതായാലും അതിൻ്റെ വിവാദ വഴികൾ കടന്നു വന്ന് നാളെ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പരിശോധിക്കുന്ന വനിതാ മതിലാണ്. വനിതാ മതിലിൻ്റെ പരിപാടി പദ്ധതി എങ്ങനെയെന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. നാളെ വൈകുന്നേരം 3:45 3 മണിയോടുകൂടി തന്നെ വനിതാ മതിലിൽ പങ്കെടുക്കേണ്ട ആളുകൾ മുഴുവൻ അവിടെ എത്തിച്ചേരും. അതിനുശേഷമാണ് വനിതാ മതിലിൻ്റെ സംഘാടനം നടക്കുക. 3:45 അതിൻ്റെ ട്രയൽ. 4 മണിക്ക് അത് വരും. ഏതാണ്ടൊരു അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് മതിൽ ഉയർന്നു നിൽക്കുക. അതിനുശേഷം മതിൽ പിരിഞ്ഞു പോവുകയും ചെയ്യും. നമുക്കതിൻ്റെ പരിപാടികൾ എന്താണ് എന്നാണ് ആദ്യം നോക്കേണ്ടത്. എന്താണ് വനിതാ മതിൽ എന്ന്? വനിതാ മതിൽ 620 കിലോമീറ്റർ ദൂരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. നാളെയാണത് വരിക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 620 കിലോമീറ്റർ നീളത്തിൽ മുറിയാതെ വനിതാ മതിൽ സംഘടിപ്പിക്കുമെന്നാണ് അതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാന കേന്ദ്രങ്ങളെ ഏകീകരിച്ചുകൊണ്ട് എന്നാണ്. അപ്പോൾ മൊത്തം 620 കിലോമീറ്ററാണ് അതിൻ്റെ പാത. അതിൻ്റെ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്ത് കൂടി സംഘടിപ്പിക്കുന്ന ഈ വനിതാ മതിലിന് ദൈർഘ്യം ഉണ്ടാവുക. മറ്റൊരു അതുമായി ബന്ധപ്പെട്ട വിവരം, വിവിധ സംഘടനകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. ഒപ്പം തന്നെ കക്ഷി രാഷ്ട്രീയ രഹിതരും പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. വിവിധ സംഘടനകൾ എന്ന് പറയുമ്പോൾ മതസംഘടനകളുണ്ട്, മറ്റു പല സംഘടനകളുമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3-ന് ദേശീയപാതയ്ക്ക് അരികിലേക്ക് ഈ ആളുകൾ മുഴുവൻ സംഘടിച്ചെത്തും എന്നാണ് അതിൻ്റെ ഒരു പദ്ധതി. ഓരോ കേന്ദ്രങ്ങൾ ഓരോരുത്തർക്കും, ഓരോ സംഘടനകൾക്കും, ഓരോ കൂട്ടം ആളുകൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് ആളുകൾ വൈകുന്നേരം 3 മണിക്ക് വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തും. പിന്നെ 3:45 മതിലിൻ്റെ റിഹേഴ്സൽ. 4-ന് വനിതാ മതിൽ ശരിയായി തന്നെ അത് ആളുകൾ അണിനിരക്കും. 15 മിനിറ്റാണ് വനിതാ മതിലിൻ്റെ ദൈർഘ്യമുണ്ടാവുക. അതിനുശേഷം മതിൽ പിരിഞ്ഞ ശേഷം വനിതാ മതിലിനുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങൾ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ കേന്ദ്രങ്ങൾ അവിടെ അതിനു മുമ്പ് നവോത്ഥാന സംരക്ഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലുക എന്ന പ്രക്രിയയുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ ഒരാളെന്ന നിലയ്ക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും എല്ലാവരും പ്രതിജ്ഞ ഏറ്റുപറയുകയും ചെയ്യും. പിന്നെ പ്രധാന കേന്ദ്രങ്ങളിലെ, തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലെ സമ്മേളനങ്ങളിൽ പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ, നവോത്ഥാന സംരക്ഷണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നടക്കും. കാസർഗോഡ് മന്ത്രി KK ശൈലജയാണ് ഒരു പ്രധാന ആളായി ഇതിന് നേതൃത്വം കൊടുക്കുക. തിരുവനന്തപുരത്ത് CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളയമ്പലത്ത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പുരുഷന്മാരുടെ ഒരു മതിൽ കൂടി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ വിവിധ ജാതി മത സംഘടനകൾ ഇതിനകത്ത് സർക്കാരിനൊപ്പം അണിചേർന്നിട്ടുണ്ട് ഈ മതിൽ യാഥാർത്ഥ്യമാക്കുന്നതിന്. അതൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് കേരള പുലയർ മഹാസഭയുടേതാണ്. അതിൻ്റെ നേതാവ് ശ്രീ പുന്നല ശ്രീകുമാറാണ് ഇത്തരമൊരു ആശയം തന്നെ മുന്നോട്ട് വെച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സർക്കാർ സ്വീകരിക്കുകയും അങ്ങനെ കൂട്ടായ ചർച്ചയിലൂടെ വനിതാ മതിൽ എന്ന ആശയത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ പുന്നല ശ്രീകുമാറിനെ പോലുള്ള ആളുകളൊക്കെ കൂടുതൽ സമയം ഇപ്പോൾ ഇതിനു വേണ്ടി പണിയെടുക്കുന്നു, ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് വേണമെന്ന കാര്യത്തിലുള്ള വലിയ തോതിലുള്ള ബോധനങ്ങൾ നടത്തുന്നതിൽ മുന്നിലുള്ള ആളാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കേണ്ടത്. പുന്നല ശ്രീകുമാർ അതിൻ്റെ ആസൂത്രണം എങ്ങനെയാണ്, സംഘാടനം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി ഡിസംബർ 1-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി രൂപം കൊള്ളുന്നതും അതിൻ്റെ നേതൃത്വത്തിൽ വനിതാ മതിൽ എന്ന ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നതും. അതിനുശേഷം വിവിധ സംഘടനകളും അതുപോലെ വ്യക്തികളുമെല്ലാം ഈ ക്യാമ്പയിനിൽ അണിചേരുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വനിതാ വിഭാഗമായ LDWF നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒരുക്കങ്ങളുടെയും എല്ലാം അന്തിമ വിലയിരുത്തലിന് ശേഷം 30 ലക്ഷത്തോളം അംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിലെ അംഗസംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി 22 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മൊത്തത്തിൽ ഈ വനിതാ മതിലിൽ 1-ാം തീയതി നടക്കാൻ പോകുന്ന വനിതാ മതിലിൽ 50 ലക്ഷത്തിൽ അധികം പേർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് നഗരഹൃദയത്തിൽ നിന്നും തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലുള്ള വെള്ളയമ്പലം സ്ക്വയറിലാണ് ഈ മതിൽ പൂർത്തിയാകുന്നത്. 620 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ മതിൽ സൃഷ്ടിക്കുന്നത്. മതിലിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. 3:45 റിഹേഴ്സലും 4 മണി മുതൽ 4:15 വരെ പൂർണ്ണമായി ഈ മതിൽ സൃഷ്ടിച്ച് അതിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പ്രതിജ്ഞയും മതിൽ അണിനിരക്കുന്നവർ പ്രതിജ്ഞ എടുത്താണ് പിരിയുന്നത്. കാസർഗോഡ് നടക്കുന്ന യോഗം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചർ ആ യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അതിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് പ്രമുഖരും പങ്കെടുക്കും. 100 കണക്കിന് യോഗങ്ങളാണ് ഈ 620 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടക്കുന്നത്. ഈ വനിതകളുടെ നേതൃത്വത്തിൽ ഈ മതിൽ രൂപപ്പെടുമ്പോൾ തന്നെ റോഡിൻ്റെ എതിർവശം ഇതിനേക്കാൾ ഏറെ ആളുകൾ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയപാതയിൽ അണിനിരക്കും. എല്ലാ നിലയിലും സമാനതകളില്ലാത്ത ഒരു ലോക ചരിത്രത്തിലേക്ക് ഇടം നേടാൻ പോകുന്ന ഒരു ക്യാമ്പയിനായി വനിതാ മതിൽ മാറുന്നു എന്നതാണ് നിലവിലുള്ള അവസ്ഥ. ഇതിനോടകം ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളെയും ഭീഷണികളെയും എല്ലാം അതിജീവിച്ച് മലയാളിയുടെ മനസ്സിൽ രൂപപ്പെട്ട മതിൽ നാളെ ദേശീയപാതയിൽ ആത്മാഭിമാനമുള്ള കേരളീയ സ്ത്രീത്വം അവരുടെ അവസര സമത്വത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാഭിമാനത്തിൻ്റെ മതിലുയർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവസര സമത്വത്തിനു വേണ്ടി ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി, അത്തരമൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഉയരുന്ന ഈ മതിൽ എല്ലാ വിഭാഗം ആളുകളും വനിതകളും പങ്കെടുക്കുമെന്ന ആത്മവിശ്വാസമാണ് അതിൻ്റെ പ്രധാന സംഘാടകൻ കൂടിയായ ശ്രീ പുന്നല ശ്രീകുമാർ പങ്കുവയ്ക്കുന്നത്. നമുക്കിനിയും ഒരു കാര്യം കൂടി നോക്കണം. നേരത്തെ പറഞ്ഞുവല്ലോ, വലിയ വിവാദമായിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു ഇത്. അതിൻ്റെ ഭാഗമായി സർക്കാരിനെതിരെ ഇപ്പോഴും വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ കക്ഷികളടക്കമുള്ളവ ഉന്നയിക്കുന്നുണ്ട്. നാളെ വനിതാ മതിൽ ഉയരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ആരൊക്കെയാണ്, അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നവരാരൊക്കെയാണ് എന്നതുകൂടി പരിശോധിക്കുകയാണിത്. മതിലിനൊപ്പം ആരൊക്കെ നിൽക്കുന്നു എന്ന് നോക്കണം, മതിൽ വിരുദ്ധരായ ആളുകൾ ആരൊക്കെയെന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മതിലിനൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് CPIM അടക്കമുള്ള ഇടതു പാർട്ടികൾ മതിലിനൊപ്പമാണ്. KPMS-ഉം SNDP-യും അടക്കമുള്ള സംഘടനകൾ മതിലിനൊപ്പമാണ്. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മതിലിനൊപ്പം നിലകൊള്ളുന്ന ആളാണ്. അതേസമയം മതിൽ വിരുദ്ധരെ എടുത്താൽ കോൺഗ്രസും ലീഗും അടക്കമുള്ള UDF കക്ഷികൾ മതിലിനെതിരായിട്ടുള്ള നിലപാടാണ് അവർക്കുള്ളത്. RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ മതിലിന് എതിരായി നിലകൊള്ളുന്നവരാണ്. ഇനി നോക്കാം, മതിലിനൊപ്പമുള്ളത് ഹിന്ദു പാർലമെൻറ്റ് നേതാവ് CP സുഗതൻ. വലിയ വിമർശനത്തിന് ആധാരമായ ഒരു പങ്കാളിത്തമാണ് അദ്ദേഹത്തിൻ്റെത്. കാരണം അദ്ദേഹം കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തി മാത്രം ശ്രദ്ധേയനായ ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ സ്വയമേവ തിരുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിനെ ഉൾക്കൊള്ളിക്കുന്നവരുടെയും ഒരു ന്യായം. അതേസമയം നായർ സർവീസ് സൊസൈറ്റി സമ്പൂർണ്ണമായും ഈ മതിലിനെതിരായ നിലപാട് സ്വീകരിക്കുകയാണ്. വിവിധ വനിതാ സംഘടനകൾ മതിലിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അതേസമയം KCBC എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതരുടെ സംഘടന പരിപൂർണമായും മതിൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. ഒരു കൂട്ടം വനിതാ സംഘടനകൾ മതിലിന് അനുകൂലമാണ്. സുഹാസിനി അടക്കമുള്ള ചില അഭിനേത്രികൾ മതിലിനൊപ്പമുണ്ട്. അതേസമയം മഞ്ജു വാര്യരും സാറ ജോസഫും അടക്കമുള്ള വ്യക്തികൾ മതിലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. M മുകുന്ദൻ അടക്കമുള്ള എഴുത്തുകാരിൽ ചില ആളുകൾ മതിലിന് അനുകൂലമായ നിലപാടാണ്. യാക്കോബായ സഭ മതിലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അതിൽ KR ഗൗരിയമ്മയെ പോലുള്ള ആളുകൾ മതിലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ആ നിലയിലേക്കുള്ള ഭിന്നതയും ഈ കാര്യത്തിലുണ്ട്. മതിലൊരു വർഗീയ മതിലാണെന്നൊക്കെയുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. അത് ആചാരങ്ങൾക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് NSSനെ പോലെയുള്ള ചില സംഘടനകൾ പറയുന്നു. അതേസമയം കേരള പുലേർ മഹാസഭയെ പോലെയുള്ള അല്ലെങ്കിൽ SNDP യോഗത്തെ പോലെയുള്ള സംഘടനകളും മാതിരി കുറേ അധികം ആളുകളും മതിൽ നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതും അത് നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണെന്ന നിലപാട് സ്വീകരിച്ച് മതിലിനൊപ്പം നിൽക്കുന്നുണ്ട്. ഏതായാലും നാളെ 3:45 ട്രയലും 4 മണിക്ക് യഥാർത്ഥ മതിലും ഉയരുകയാണ്. അതിൽ ജനപങ്കാളിത്തം 50 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. അതിന് കാത്തിരുന്ന് കാണാം.